നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെ നിൽക്കാം പാപ്പി. ഇതാ ബസ് സ്റ്റോപ്പ്. നമ്മൾ ഇവിടുന്ന് ബസ് കയറി പോവാണോ? സ്കൂൾ വിടുന്ന സമയമാകുമ്പോ വരുമല്ലോ അല്ലേ? വരുമെന്നേ, പേടിക്കണ്ട കേട്ടോ, ഇപ്പൊ വരും. ഉടനെ അതെടുത്ത് തലതാര കീറാനും കുത്തി നോവിക്കാനും ഒക്കെ എന്തൊരു ഉത്സാഹമായിരുന്നു നിനക്ക്. അപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചതാ ഇതുപോലെ എന്തെങ്കിലും ഒരു അശുഭ വാർത്ത. അച്ഛ മതി അച്ഛ, ഇപ്പൊ തർക്കിക്കാൻ പറ്റിയ സമയമില്ലല്ലോ. പിന്നെ ഞാൻ എന്തുകൂടാ പറയണ്ടേ? ഈശ്വര, അവളിത് എവിടെ പോയി? മോളെ, നീ വിഷമിക്കണ്ട. മക്കളെ, പെട്ടെന്ന് പെട്ടെന്ന് പോയി അന്വേഷിക്ക്. പോ രോഹിതേ, വാടാ. നീ കൂടെ ചെല്ല്. ഈശ്വരന്റെ കുഞ്ഞ്. ദേ, അവരെന്നോണ്ടാ ഞാൻ ഒരു കാര്യം പറയാഞ്ഞത്. ദേ, പപ്പിമോളുടെ അച്ഛനും അമ്മയാ തീ പിടിച്ച പോലെ ഓടിപ്പോയിരിക്കുന്നത്. അതിന് ഒരേ ഒരു കാരണക്കാരി നീ മാത്രമാ ഭാവേ. മക്കളുടെ മേലെ ഏറ്റവും കൂടുതൽ അവകാശമേ മാതാപിതാക്കൾക്കാ. ശ്യാമയും രോഹിത്തും പപ്പിമോളുടെ മേൽ അവരെക്കാൾ അധികാരവും അവകാശവും നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നതേ അവരുടെ ഒരു വിശ്വാസം കൊണ്ടാ. അവരെക്കാൾ നീ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുള്ള വിശ്വാസം കൊണ്ട്. ഞാനാ സ്നേഹിക്കുന്നത്. ഈ ലോകത്ത് എല്ലാരെയും പപ്പിമോളെ സ്നേഹിക്കുന്നത് ഞാൻ തന്നെയാ. ഇന്നലെ വരെ ഞാനും അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നതേ. പക്ഷേ ഇന്ന് മനസ്സ് വേദനിച്ച് ആ കുഞ്ഞു ഇവിടുന്ന് ഇറങ്ങി പോയപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് നിന്നോട് മാത്രമേ സ്നേഹമുള്ളെന്ന്. നിന്റെ ശാഠ്യങ്ങളോടും പിടിവാശികളോടും മാത്രമാ. അതെ, നിന്റെ ദുരഭിമാന ചിന്ത കൊണ്ട് മാത്രമാ. മറ്റാരെയും നീ സ്നേഹിക്കുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആ പപ്പിമോളുടെ കണ്ണു നിറയില്ലായിരുന്നു, മനസ്സ് വിഷമിക്കില്ലായിരുന്നു. ഇങ്ങോട്ടോ, അവളോട് ഇരിക്കട്ടെ. വേഗം വാ. ഇവിടെ നിൽക്കാം പാപ്പി. ഇതാ ബസ് സ്റ്റോപ്പ്. നമ്മൾ ഇവിടുന്ന് ബസ് കയറി പോവാണോ? സ്കൂൾ വിടുന്ന സമയമാകുമ്പോ വരുമല്ലോ അല്ലേ? വരുമെന്നേ, പേടിക്കണ്ട കേട്ടോ, ഇപ്പൊ വരും. വന്നല്ലോ മിസ്. മീൻപാറയല്ലേ സത്യെ? വാ കേറാം. മീൻപാറയ്ക്കുള്ളവരൊക്കെ കേറിയേ, വേഗമോ വേഗമോ. കേറിക്കോ. വാ കേറ്. വാ പപ്പി, ഇവിടെ ഇരിക്കേ. മീൻപാറയ്ക്ക് ആളുണ്ടോ? ഒരാൾ കൂടെ ഉണ്ടേ മീൻപാറയ്ക്ക്. ഒന്ന് വേഗം വാ ചേട്ടാ. വരുവാന്നേ. വണ്ടി എടുക്കല്ലേ, ഒരാളൂടെ ഉണ്ടേ. മീൻപാറ. ഒന്ന് പെട്ടെന്ന് കേറി കേട്ടാ. അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റില്ല മോനെ.
ഒരു കാലം വയ്യാത്ത ആളാ. ഒന്ന് പെട്ടെന്ന് കേറി കേട്ടാ. ആ ഇതൊക്കെയായിരുന്നു. ദേ നോക്കൂ സത്യേ, പാവല്ലേ? പോവാത്തിടുക്കായോ മോനെ? ഒരുപാടങ്ങ് തിരക്കടിക്കണ്ട, ജീവിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ. അംഗപരിമിതിയുള്ള ആളാ സാറേ, അങ്ങോട്ടൊന്നിരിക്കാവോ? ശരി, ഇരുന്നു. ആ ശരി. അപ്പോ റൈറ്റ്. എന്താടി? സത്യമായും അവരെങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടില്ല മാഡം. കണ്ടില്ലെന്നോ? ആ പിന്നെന്തിനാണോ തന്നെ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയിരിക്കുന്നത്? ആ, വാങ്ങിക്കുന്ന ശമ്പളത്തോടെ ഒരല്പമെങ്കിലും ആത്മാർത്ഥത കാണിച്ചൂടെ? സോറി മാഡം. തന്റെ ഒരു സോറി. കാണാതായ കുട്ടികൾ ആരുടെയൊക്കെ മക്കളാണെന്ന് തനിക്കറിയോ? ആ പത്മിനിയുടെ വീട്ടുകാരുടെ സ്വാധീനം മാത്രം മതി ഈ സ്കൂളിരിക്കുന്ന സ്ഥലം മുഴുവൻ ഉരുളെടുത്തു പോകാൻ. ആ പറഞ്ഞു തീർന്നില്ല, 100 ആയുസാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.